മൂഴിക്കൽ കൊലപാതകത്തിൽ കിണറ്റിൽ നിന്ന് കണ്ടെടുത്ത ഫോൺ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. നസ്രീനയുടെ കൊലയ്ക്ക് ശേഷം നസ്രീനയുടെ ഫോണിൽ നിന്നും അദ്നാന്റെ സുഹൃത്തിന് വാട്സ്ആപ്പ് സന്ദേശം. നസ്രീന സന്ദേശം അയക്കുന്ന രീതിയിലാണ് അദ്നാൻ സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്നാൻ പുലർച്ചെ 1:45 മരിച്ചെന്നാണ് സന്ദേശം. താങ്കൾക്ക് നൽകാനുള്ള പണം നൽകാൻ കഴിയില്ല എന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, ഈ കൊലപാതകത്തിന് പിന്നാലെ ഫോണുകൾ കണ്ടെടുത്തിട്ടുള്ളത്, അത് അദ്നാന്റെയും നസ്രീനയുടെ ഫോണുകൾ കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണോ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്? കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ കൊലപാതകത്തിനും അതുപോലെ ആത്മഹത്യക്കും ശേഷം 3 മൊബൈൽ ഫോണുകളാണ് നസ്രീനയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. അതിൽ നസ്രീനയുടെ ഫോണിൽ നിന്ന് ചില സന്ദേശങ്ങൾ ഒരു സുഹൃത്തിന് പോയി എന്നുള്ളതാണ് പോലീസിന് ആദ്യം ലഭ്യമായ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആ പരിശോധനയിലാണ് 1:45 പുലർച്ചെ 1:45 ഒരു സന്ദേശം ഒരു സുഹൃത്തിന്, മാങ്കാവിലുള്ള ഒരു സുഹൃത്തിന് പോയതായി കണ്ടെത്തിയത്. അത് നസ്രീനയുടെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ആ സമയത്ത് നസ്രീനയുടെ മരണം ഉറപ്പാക്കിയിരുന്നു. അതിനുശേഷം ഇത് അദ്നാൻ അയച്ചതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഭാഷയും അതുപോലെ വാക്കുകളും ഒക്കെ അദ്നാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമാണ് എന്നും ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകമാണ് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൊലപാതകം നടത്തിയ ശേഷം ഈ വ്യക്തിയോട്, അതായത് മാങ്കാവിലുള്ള ഒരു സുഹൃത്തിനാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. അവിടെ ഒരു ബൈക്ക് ഈ അദ്നാൻ വാടകയ്ക്ക് എടുത്തിരുന്നു. അവിടെ പണം നൽകാനുമുണ്ട്. ആ പണം ഇനി നൽകാനാകില്ല, അദ്നാൻ മരിച്ചു എന്ന കാര്യം ആ ഒരു സന്ദേശം കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സുഹൃത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരാണ്, എന്താണ് സംഭവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കാര്യമായ മറുപടി നൽകുന്നുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകത്തിനും ആത്മഹത്യക്കും ശേഷം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കാര്യമായ രീതിയിൽ നടന്നു എന്നുള്ള കാര്യമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിലേക്കും പ്രധാനപ്പെട്ട കാര്യം, ഈ 3 മൊബൈൽ ഫോണുകൾ എങ്ങനെയാണ് കിണറ്റിൽ എത്തിയത് എന്നുള്ളതാണ്. ഒന്നുകിൽ ആ വീട്ടിലുള്ളവർ തന്നെയോ അല്ലെങ്കിൽ അവിടെ എത്തിയ ബന്ധുക്കളോ നാട്ടുകാരോ ആരോ അത് കിണറ്റിലിടുകയും അങ്ങനെ അതിന്റെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ബന്ധുക്കളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ദിവ്യ, എന്തായാലും മൂഴിക്കൽ കൊലപാതകത്തിലാണ് തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്ന വിലയിരുത്തലിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതാരാണ് അതിന് ശ്രമിച്ചത് എന്ന് കണ്ടെത്താനുള്ള നീക്കം തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വിശദമായ പരിശോധന ഇപ്പോൾ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ 3 ഫോണുകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.